എന്തിനാടി നീ എന്നെ നോക്കി പേടിപ്പിക്കുന്നത്? രൂക്ഷമായ കാന്തിയുടെ നോട്ടം കണ്ട് വേണി ദേഷ്യത്തോടെ പറഞ്ഞു. അപ്പോഴാണ് വേണി തന്റെ പുറകിലുണ്ടെന്ന് മഹാദേവന് മനസ്സിലായത്. അവൻ തിരിഞ്ഞു നോക്കിയതും വേണി അവന് നേരെ കയർത്തു. ഏട്ടൻ എന്തിനാ ഏട്ടാ ഇവളെ പേടിക്കുന്നേ? ഏട്ടന്റെ പഴയ ശൗര്യമൊക്കെ പോയല്ലോ. മുഖത്ത് കൈനീട്ടിയടിച്ച് ഇവളുടെ കൈ അപ്പോൾ തന്നെ വെട്ടിക്കളയണ്ടേ? ദേഷ്യം കൊണ്ട് വിറച്ച് വേണി പറഞ്ഞു. അതിന് മറുപടിയൊന്നും പറയാതെ വേണിയെ അടിമുടിയൊന്ന് നോക്കിയതിന് ശേഷം മഹാദേവൻ അവിടെ നിന്നും പോയി. മഹാദേവൻ പോയി എന്ന് ഉറപ്പായപ്പോൾ അവൾ പോയി ആ ഡോറ് ലോക്ക് ചെയ്തു. പിന്നീട് വശ്യതയോടെ കാന്തിയെ നോക്കി. ഇതാണ് വിധി എന്ന് പറയുന്നത്. ഇനി ജീവിതത്തിൽ ഒരിക്കലും എന്നെ കണ്ടുമുട്ടല്ലേ എന്ന് നീ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും അല്ലേ? നീ മാത്രമല്ല, നിന്റെ കുടുംബം മുഴുവൻ. പക്ഷേ നിന്റെ വിധി തീരുമാനിക്കുന്നത് ഞാനാണ്. സത്യത്തിൽ നിന്റെ വീട്ടുകാരും എന്റെ ഈ വീട്ടിലുള്ളവരുമെല്ലാം മണ്ടന്മാരാണ്. ഞാൻ എഴുതുന്ന സ്ക്രിപ്റ്റിന് ചലിക്കുന്നവർ. ഇനി മുതൽ നീയും അങ്ങനെ തന്നെ. എന്റെ കയ്യിൽ നിന്നും നിനക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല കാന്തി. എന്നെ എതിർക്കും തോറും നീ സ്വയം ഇല്ലാതാകും. അവൾ ആർത്തു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ചിരിക്കടി, നീ ആർത്തു ചിരിക്കി. അണയാൻ പോകുന്ന തീ ആളിക്കത്തുന്നത് പോലെ നിന്റെ ഈ ചിരിക്ക് ആയുസ് കുറവാണ്. നീ ഞങ്ങളുടെ കുടുംബത്തിനെ ഏൽപ്പിച്ച ആ മുറിവുണ്ടല്ലോ, അതിപ്പോഴും ഉണങ്ങിയിട്ടില്ല. ഞങ്ങളുടെ കുടുംബത്തിനുണ്ടായ അപമാനം ഇപ്പോഴും തീർന്നിട്ടില്ല. അതും ഒരു കുറ്റവും ചെയ്യാതെ. കാന്തി ദേഷ്യത്താൽ വിറച്ചുകൊണ്ട് പറഞ്ഞു. പെടയ്ക്കാതെ പെണ്ണേ, നിന്റെ ഈ ദേഷ്യമുണ്ടല്ലോ, അതാണ് എന്നെ നിന്നിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത് എന്നൊക്കെ വേണി പറഞ്ഞുകൊണ്ടിരിക്കെ ഡോറിൽ തട്ടുന്ന ശബ്ദം കേട്ടു. ഓ, ഈ സമയത്ത് ആരാണ് എന്ന മട്ടിൽ അവൾ പോയി വാതിൽ തുറന്നു. നീ എന്താ മോളെ ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയദർശൻ മുറിക്കകത്തേക്ക് കയറി വന്നു. ഇവിടുത്തെ രീതികളൊക്കെ ഞാൻ ഇവൾക്ക് പറഞ്ഞു കൊടുത്തതാ അച്ഛാ, വേണി വളരെ നിഷ്കുഭാവത്തിൽ പറഞ്ഞു. എന്ന് അമർത്തി മൂളിയ ശേഷം അയാൾ നേരെ കാന്തിയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ കാര്യങ്ങൾ നേരിട്ട് പറയാം എന്ന് പറഞ്ഞ് പ്രിയദർശൻ വേണിയെ നോക്കി. മോളെ വേണി, നീ അങ്ങോട്ട് മാറി നിന്നേ. ഞാൻ എന്റെ രണ്ടാമത്തെ മരുമോളോട് ഒരു സ്വകാര്യം പറയട്ടെ എന്ന് പറഞ്ഞ് വേണിയെ ആ മുറിയിൽ നിന്നും പുറത്താക്കി. പ്രിയദർശന്റെ തീരുമാനങ്ങൾ കാന്തിയോട് പറഞ്ഞതും അവളുടെ ഇരു കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിറങ്ങി. മറിച്ച് ഒരു വാക്കും പറയാൻ കഴിയാതെ അവൾ വെന്തുരുകി. മോള് കരയൊന്നും വേണ്ട. ഞങ്ങൾ പറയുന്നതനുസരിച്ചാൽ കുറച്ചു കാലം കൂടി നിന്റെ കുടുംബത്തിന് ആയുസ് നീട്ടിക്കിട്ടും എന്ന് കാന്തിയെ നോക്കി പുച്ഛിച്ചു പറഞ്ഞതിന് ശേഷം പ്രിയദർശൻ ആ മുറി വിട്ടുപോയി. ഞാൻ എന്താ ചെയ്യേ ഈശ്വര? എന്റെ ജീവിതം നശിച്ചാലും വേണ്ടില്ല, എന്റെ കുടുംബം തകരാതിരുന്നാൽ മതി എന്നൊക്കെ ചിന്തിച്ച് കാന്തി പൊട്ടിക്കരഞ്ഞു. ഇന്നാണ് ഗോപാലകൃഷ്ണനും ഫാമിലിയും പാമ്പുങ്ങൽ വീട്ടിലേക്ക് വിരുന്നു വരുന്നത്. മനസ്സ് തകർന്നു നിൽക്കുകയാണ് കാന്തി അപ്പോൾ അവിടെ. പക്ഷേ ഇവരുടെ നിർദ്ദേശപ്രകാരം അവൾ അണിഞ്ഞൊരുങ്ങി സിന്ദൂരം ചാർത്തി സന്തോഷവതിയായ ഒരു ഭാര്യയെ പോലെ അഭിനയിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഗോപാലകൃഷ്ണന്റെ കാർ ഗേറ്റ് കടന്ന് കാർ പോർച്ചിലെത്തിയതും പാമ്പുങ്ങൽ തറവാട്ടിലെ ഓട്ടോമാറ്റിക് ഗേറ്റ് തനിയെ അടഞ്ഞു. കാറിൽ നിന്നും സന്തോഷത്തോടെ ഇറങ്ങിയ ഗോപാലകൃഷ്ണന്റെയും കുടുംബത്തിന്റെയും മുഖം ആ പേര് കണ്ടതും ഭയന്ന് വിറച്ചുപോയി. പാമ്പുങ്ങൽ. ആ തറവാട്ട് പേര് കണ്ടത് വിശ്വാസം വരാത്തതുപോലെ ഒന്നും കൂടെ കണ്ണു തിരുമ്മിക്കൊണ്ട് ആ പേരിലേക്ക് നോക്കി. പാമ്പുങ്ങൽ എന്ന് പേര് കാണും തോറും ഗോപാലകൃഷ്ണന്റെ ശരീരം മുഴുവൻ വിറച്ചു. അയാൾ തൊട്ടടുത്ത് നിൽക്കുന്ന ഭാര്യയായ ശോഭയുടെ കയ്യിൽ മുറുക്കി പിടിച്ചു. അവളും ആ പേര് കണ്ട് പേടിച്ചു നിൽക്കുകയാണ്. മഹാദേവൻ ഈ തറവാട്ടിലാണോ? അവൾ പേടിയോടെ ചോദിച്ചു. ഒന്നും മനസ്സിലാകാത്തതുപോലെ ഗോപാലകൃഷ്ണൻ തല പതുക്കെ ചലിപ്പിച്ചു. പുറകിൽ വന്ന അഭിരാമിയും ആകാശും ഒന്നും മനസ്സിലാകാതെ മുഖത്തോട് മുഖം നോക്കി. ഒരൽപ്പം ഭയത്തോടെ അവർ വീടിന്റെ അകത്തേക്ക് കയറി. കൊട്ടാര സദൃശ്യമായ ആ വീടിന് ചുറ്റും അവർ കണ്ണോടിച്ചു. പെട്ടെന്ന് തന്നെ മുൻവശത്തെ വാതിൽ തനിയെ അടഞ്ഞു. അപ്പോൾ അവിടേക്ക് മുഖം താഴ്ത്തിക്കൊണ്ട് കാന്തി വന്നു. മോളെ കാന്തി, ഈ വീട് എന്നൊക്കെ പറഞ്ഞ് ഗോപാലകൃഷ്ണൻ സംസാരിക്കാൻ തുടങ്ങിയതും അതുതന്നെ, സംശയിക്കേണ്ട ഗോപാലകൃഷ്ണ, ഇത് എന്റെ വീടാണ്, പാമ്പുങ്ങൽ പ്രിയദർശന്റെ വീട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയൻ അങ്ങോട്ട് വന്നു. ആ പേര് കേട്ടതും ഗോപാലകൃഷ്ണന്റെ കണ്ണുകൾ വിടർന്നു. ഭയത്താൽ അയാളുടെ ശരീരം വിറച്ചു. താൻ സംശയിക്കേണ്ട, എന്റെ രണ്ടാമത്തെ മകനാണ് ഡോക്ടർ മഹാദേവൻ എന്ന് പറഞ്ഞ് പ്രിയൻ ക്രൂരമായി ചിരിച്ചു. പ്രിയന്റെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിയാതെ അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. പുച്ഛിച്ചു ചിരിച്ചുകൊണ്ട് പ്രിയൻ തന്റെ കൈകൾ കൂട്ടിയടിച്ചു. ഇനി അണിയറയിൽ ഇരിക്കുന്നവരെല്ലാം പുറത്തേക്ക് വന്നോളൂ, അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അയാളുടെ വാക്കുകൾ കേട്ട് സുദർശനും മഹാദേവനും വേണിയും രാജിയും എല്ലാം സ്വീകരണ മുറിയിലേക്ക് വന്നു.
വേണിയെ കണ്ടതും ശോഭയും ആകാശും അഭിരാമിയും എല്ലാം ദേഷ്യത്തോടെ അവളെ കൂർപ്പിച്ചു നോക്കി. താനും തന്റെ കുടുംബവും ചതിക്കപ്പെട്ടിരിക്കുന്നു. കഠിനമായ വേദനയോടെ ഗോപാലകൃഷ്ണന്റെ മനസ്സ് മന്ത്രിച്ചു. തന്റെ മകൾ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയതും ആ പിതാവിന്റെ ഹൃദയം തേങ്ങി. ആരോടും ഒന്നും സംസാരിക്കാൻ കഴിയാതെ കണ്ണു നിറച്ചു നിൽക്കാനേ ഗോപാലകൃഷ്ണന് കഴിഞ്ഞുള്ളൂ. എടാ, നീ കള്ളം പറഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തെ ചതിക്കുകയായിരുന്നു അല്ലേടാ? സങ്കടവും ദേഷ്യവും സഹിക്കാൻ കഴിയാതെ ആകാശ അലറി വിളിച്ചുകൊണ്ട് മഹാദേവനെ നേരെ പാഞ്ഞെടുക്കാൻ തുനിഞ്ഞതും ഗോപാലകൃഷ്ണൻ മോനെ തടഞ്ഞു. അരുതു മോനെ, തെറ്റ് നമ്മുടെ ഭാഗത്തുമുണ്ട്. മകളെ വിവാഹം കഴിക്കുന്ന പയ്യന്റെ വീട്ടുകാരെ പറ്റി ഞാൻ അധികം അന്വേഷിച്ചില്ല. ഒരേ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ ആയതിനാൽ അധികം അന്വേഷിക്കാനും തോന്നിയില്ല. ഇനി ഇവിടെ കിടന്ന് വഴക്കിട്ടിട്ട് കാര്യമില്ല മോനെ, ഗോപാലകൃഷ്ണൻ മകനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. നമ്മുടെ കാന്തിയെ ചതിക്കുകയല്ലേ അച്ഛാ ഇവനും ഇവന്റെ കുടുംബവും ചെയ്തത്? ഇത്രയും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു കുടുംബം. ആകാശ് ദേഷ്യത്താൽ അലറി വിളിച്ചുകൊണ്ട് പറഞ്ഞു. മോനെ ആകാശേ, ഏതായാലും നമ്മുടെ കാന്തിക്ക് അപകടമൊന്നും സംഭവിച്ചില്ലല്ലോ, അതുതന്നെ ദൈവഭാഗ്യം എന്ന് കരുതി അവളെ നമുക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ കൂടെ കൂട്ടാം. ബാക്കി കാര്യങ്ങൾ നിയമത്തിന് വിടാം എന്ന് പറഞ്ഞ് ശോഭ മകനെ തണുപ്പിക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞോ നിങ്ങളുടെ എണ്ണിപ്പറക്കിയുള്ള കരച്ചിൽ? കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ എനിക്ക് ചെറിയ ഡയലോഗ് പറയാമായിരുന്നു. പ്രിയദർശൻ അവരെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെയും തുടർന്നു. ക്രിമിനൽ ഫാമിലി ആണെന്ന് പോലും. അതെ, ഞങ്ങൾ അല്പം ക്രിമിനലാ, നിങ്ങളെക്കാൾ താഴ്ന്ന ജാതിക്കാരാ. ഈ പറയുന്ന ഗോപാലകൃഷ്ണൻ എന്ന മാന്യന് പെണ്ണു പിടിക്കുന്നതിന് മാത്രം ഒരു കുറ്റവുമില്ല അല്ലേ പെങ്ങളെ? പ്രിയദർശൻ പറഞ്ഞു. ദേ, എന്റെ ഭർത്താവിനെ പറ്റി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. തെറ്റ് ചെയ്തത് എന്റെ ഭർത്താവല്ല, നിങ്ങളുടെ ഈ ക്രിമിനൽ സ്വഭാവമുള്ള മകളാണ്. അവളെ ഏതെങ്കിലും നല്ല ഡോക്ടറെ കൊണ്ട് കാണിക്കി. സ്വന്തം വിജയത്തിന് വേണ്ടി എന്ത് തെറ്റ് ചെയ്യാൻ മടിയില്ലാത്ത ഒരു സൈക്കോ ക്രിമിനലാണ് നിങ്ങളുടെ മകൾ. ദേഷ്യത്തോടെ വിറച്ചുകൊണ്ട് ശോഭ പറഞ്ഞു. ആഹാ, പിടക്കോഴി കൂവിയല്ലോ. ഈ ശോഭയുടെ ശൗര്യം കാണുമ്പോൾ തന്നെ ഒരു കുളിരാ. ശോഭയെ അടിമുടി നോക്കി വഷളമായി ചിരിച്ചുകൊണ്ട് പ്രിയദർശൻ പറഞ്ഞു. ഇതെല്ലാം കണ്ട് മനസ്സ് തകർന്ന് കണ്ണിൽ വെള്ളം നിറച്ചു നിൽക്കുകയാണ് കാന്തി. മഹാദേവനാണെങ്കിൽ ഗോപാലകൃഷ്ണനെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഞാൻ ജയിച്ചു എന്ന മട്ടിൽ മുഖത്ത് പുച്ഛച്ചിരിയുമായി നിൽക്കുകയാണ് വേണി. അപ്പോൾ മോളെ കാന്തി, നമുക്ക് പോകാം. ഒരു ഉറക്കത്തിൽ എന്റെ മോൾ ഒരു സ്വപ്നം കണ്ടു എന്ന് കരുതിയാൽ മാത്രം മതി എന്ന് പറഞ്ഞ് ആകാശ് കാന്തിയുടെ കയ്യിൽ പിടുത്തമിട്ടു. വർദ്ധിച്ച സങ്കടത്തോടെ അവൾ ആകാശിന്റെ കൈയെടുത്തു മാറ്റി. എന്താ മോളെ, നീ ഞങ്ങളുടെ കൂടെ വരുന്നില്ലേ? ഇനി എന്ത് വിശ്വസിച്ചാ നീ ഇവിടെ ജീവിക്കുന്നത്? ഒരു മാസം ഇവന്റെ കൂടെ ജീവിച്ചു എന്നല്ലേ ഉള്ളൂ. നമുക്കൊരു അസുഖം വന്നാൽ മരുന്ന് കഴിച്ചാൽ ആ അസുഖം മാറും, നമ്മൾ പഴയ പോലെയാകും. അതുപോലെ തന്നെയാണ് മോളെ, നമ്മൾ കുടുംബത്തോടെ ചതിക്കപ്പെട്ടു. ആ ചതി തിരിച്ചറിഞ്ഞപ്പോൾ നമ്മൾ തിരുത്തുന്നു. നിന്നെ ഇപ്പോഴും രണ്ടു കൈ നീട്ടി സ്വീകരിക്കാൻ നമ്മുടെ വീടുണ്ടവിടെ. നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല, നമുക്ക് പോകാം, ആകാശ് പറഞ്ഞു. ഞാനില്ലേട്ടാ. ആകാശിന്റെ മുഖത്തേക്ക് നോക്കാതെ മറ്റെവിടേക്കോ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. നീ ഇല്ലെന്നോ? എന്താ മോളെ ഈ പറയണേ? അവളുടെ അടുത്തേക്ക് നടന്നു വന്നുകൊണ്ട് ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഇല്ലച്ചാ, ഞാൻ വരുന്നില്ല. എന്റെ കഴുത്തിൽ താലി കെട്ടിയ പുരുഷന് എത്ര മോശം സ്വഭാവമുണ്ടെങ്കിലും അതെല്ലാം സഹിക്കാൻ ഞാൻ തയ്യാറാണ്. അച്ഛനും ഏട്ടനും ഒരു പ്രശ്നമുണ്ടാക്കാതെ ഇവിടെ നിന്നും പോണം. എന്നെ ജീവിക്കാൻ അനുവദിക്കണം. അവൾ കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു. നീ എന്താടി കുലസ്ത്രീയായി അഭിനയിക്കുകയാണോ? അവളുടെ ഭർത്താവിനെ വിട്ട് അവൾ വരില്ല എന്ന്. ഈ കുടുംബം മുഴുവൻ നമ്മളോട് ചെയ്ത ക്രൂരതകളൊക്കെ ഇത്ര പെട്ടെന്ന് നീ മറന്നോ? കാന്തിയുടെ വാക്കുകൾ കേട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ശോഭ പറഞ്ഞു. അമ്മ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഭർത്താവും വീട്ടുകാരുമെല്ലാം എനിക്ക് പ്രിയപ്പെട്ടവരാണ്. ഞാൻ ഇനി ജീവിക്കേണ്ടത് ഈ വീട്ടിലാണ്. കൃത്രിമ ദേഷ്യം വരുത്തി അവൾ ശോഭയോടായി പറഞ്ഞു. ചേച്ചി എന്തൊക്കെയാ ഈ പറയണേ? കരഞ്ഞുകൊണ്ട് അഭിരാമി പറഞ്ഞു. എന്നോട് അല്പമെങ്കിലും സ്നേഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്നും പോണം, അവൾ കേണപേക്ഷിക്കുന്ന പോലെ പറഞ്ഞു. സ്വന്തം മകൾ തന്നെയാണ് നിങ്ങളെ ഇറക്കി വിടുന്നത്. ഇതിൽ എന്നോടൊരു ദേഷ്യവും തോന്നല്ലേ മരുമോളുടെ അച്ഛാ? ഗോപാലകൃഷ്ണന്റെ മുഖത്ത് നോക്കി പുച്ഛിച്ചുകൊണ്ട് പ്രിയൻ പറഞ്ഞു. മനസ്സ് തകർന്ന് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും ഗോപാലകൃഷ്ണന്റെ കാലിടറി വീഴാൻ പോയി. പെട്ടെന്ന് തന്നെ ശോഭയും ആകാശവും അയാളെ താങ്ങിപ്പിടിച്ചു. ഇപ്പോൾ മൂത്ത മകളെ നഷ്ടപ്പെട്ടില്ലേ, ഇനി മകനെയും ഇളയ മകളെയും തനിക്ക് നഷ്ടപ്പെടും. പിന്നെ ഭാര്യയെയും അമ്മയെയും നഷ്ടപ്പെടും. നിന്റെ കുടുംബം ഛിന്നഭിന്നമായി മാറും. അവരെ നോക്കി ആർത്തു ചിരിച്ചുകൊണ്ട് പ്രിയൻ പറഞ്ഞു.
അതിന് ഒരു മറുപടിയും പറയാതെ ഗോപാലകൃഷ്ണനും കുടുംബവും തിരിഞ്ഞു നടന്നു. നെഞ്ചു നീറി കരഞ്ഞുകൊണ്ട് അവർ പാമ്പുങ്ങൽ തറവാടിന്റെ പടി ഇറങ്ങി. അവർ വന്ന വണ്ടി പാമ്പുങ്ങൽ ഹൗസിന്റെ ഗേറ്റ് കടന്നു പോയതും അച്ഛ എന്ന് വിളിച്ച് കാന്തി മുറ്റത്തേക്ക് ഓടി. നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് താഴെ ഇരുന്നു. എന്നോട് ക്ഷമിക്കച്ഛ, എന്റെ ജീവിതം നശിച്ചു പോയാലും എന്റെ കുടുംബത്തിലെ ആർക്കും ഒരാപത്തും ഉണ്ടാവാൻ പാടില്ല, ഒരു ദോഷവും വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആർത്തു കരഞ്ഞു. അവളുടെ ഓർമ്മകൾ തലേ ദിവസത്തിലേക്ക് പോയി. അവളെ പൂട്ടിയിട്ടിരിക്കുന്ന മുറിയിലേക്ക് പ്രിയദർശൻ കടന്നു വരുന്നു. ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ, അപ്പോൾ പിന്നെ നിന്റെ ഉദ്ദേശം എന്താ മരുമോളെ? ഒരു പുച്ഛത്തോടു കൂടി അയാൾ ചോദിച്ചു. എന്നോടും എന്റെ കുടുംബത്തിനോടും ഇത്ര വലിയ ചതി ചെയ്ത നിങ്ങളെയും ക്രിമിനൽ സ്വഭാവമുള്ള നിങ്ങളുടെ മക്കളെയും ഇരുമ്പഴിക്കുള്ളിലാക്കും ഞാൻ. അതിനുവേണ്ടി എത്ര നാൾ നിയമ പോരാട്ടം നടത്താനും ഞാൻ തയ്യാറാണ്, അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. ആഹാ, എന്റെ മരുമോൾക്ക് നിയമമെല്ലാം അറിയാമല്ലോ. മോൾ നേഴ്സല്ലേ, നേഴ്സിംഗിൽ നിയമം പഠിപ്പിക്കുന്നുണ്ടോ? ഏതായാലും നാളെ നിന്റെ വീട്ടുകാർ ഇവിടേക്ക് വിരുന്നിനു വരും. അപ്പോഴായിരിക്കും അവർ ഈ നഗ്ന സത്യങ്ങൾ തിരിച്ചറിയുക. ആദ്യം എന്നെ കുറെ തെറി വിളിച്ചതിന് ശേഷം നിന്നെ ഇവിടെ നിന്നും അവരുടെ കൂടെ കൊണ്ടുപോകും. പക്ഷേ നിങ്ങൾ തിരുവനന്തപുരത്ത് എത്തില്ല. നാളെ നീ ഈ പടി ഇറങ്ങി അവരുടെ കൂടെ പോയാൽ കുടുംബത്തോടെ ആ വണ്ടി അടക്കം കത്തിച്ചു കളയും ഞാൻ. അതും ഒരു അപകടമാക്കി മാറ്റാൻ എനിക്ക് നിഷ്പ്രയാസം കഴിയും. പലരെയും ഞാൻ വെട്ടിക്കൊന്ന് കുഴിച്ചു മൂടിയിട്ടുണ്ട്. അതൊക്കെ അപകട മരണങ്ങളും ആത്മഹത്യയുമാക്കി മാറ്റാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടുമുണ്ട്, അയാൾ ആർത്തു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പാതിരാത്രി നിന്റെ വീട്ടിലെ കാറ് നിന്ന നിൽപ്പിൽ കത്തിയ കാര്യം എന്റെ മോള് മറന്നിട്ടില്ലല്ലോ. അപ്പോൾ നാളെ അവര് വരുമ്പോൾ എനിക്ക് എന്റെ ഭർത്താവ് മതിയെന്ന് പറഞ്ഞ് നീ ഇവിടെ നിൽക്കണം, മനസ്സിലായോടി? ക്രൂരമായ ഭാഷയിൽ അയാൾ പറഞ്ഞു. പ്രിയന്റെ വാക്കുകൾക്ക് മുന്നിൽ ഒന്നും പറയാൻ കഴിയാതെ മിഴിനീർ വാർക്കാൻ മാത്രമേ കാന്തിക്ക് കഴിഞ്ഞുള്ളൂ. പിന്നൊരു കാര്യം, എന്റെ രണ്ടാമത്തെ മരുമോളായി നിന്നെ ഇവിടെ വാഴിക്കാനൊന്നുമല്ല നിന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്നത്. നിന്നെ കൊണ്ട് ഞങ്ങൾക്ക് വേറെ ചില ഉദ്ദേശങ്ങളുണ്ട്. അതൊക്കെ വഴിയെ നിനക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയദർശൻ ക്രൂരമായി ചിരിച്ചു. ഈ സംഭവങ്ങളൊക്കെ മനസ്സിലേക്ക് വന്നതും കാന്തി ശബ്ദമുണ്ടാക്കി ഉറക്കെ കരഞ്ഞു. നിന്റെ അഭിനയം മതിയടി എന്ന് പറഞ്ഞ് വേണി അവളുടെ മുടിയിൽ പിടിച്ചെഴുന്നേൽപ്പിച്ചു.